ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അപ്പർ പെങ്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ബസ് ട്രിപ്പായിട്ടാണ് പോകുന്നത്. ഒരു ഫാമിലിയാണ് തോന്നുന്നു, ഒരു വലിയ ഫാമിലിയാണ്. അപ്പോൾ ഒരു കൊമ്പൻ അധോലോകത്തിൽ വിളിച്ച് നിലവിൽ നമ്മുടെ കയ്യിലുള്ള ലെജൻഡ് ഡാനി ഉണ്ട്, പിന്നെ സെഡ് ആസ്ട്ര ഉണ്ട്, പിന്നെ ഈ ഒരു ബസ്. സെഡ് ആസ്ട്ര ട്രാവൽസിൻ്റെ ബസ്സാണ്, ആനന്ദ് ട്രാവൽസിൻ്റെ ബസ്സാണ്. അതിന് ട്രാവൽസേ പോകുള്ളൂ, ഓരോ റൂട്ട് ഇഞ്ച് ടു ഇഞ്ച്. പിന്നെ കൊമ്പൻ അധോലോകം, പിന്നെ ലെജൻഡ് ഡാനിയും ഇത് ട്രിപ്പ് പോകുന്ന ഒരു ബസ്സാണ്. പിന്നെ നമ്മൾ എന്നൊക്കെ പറഞ്ഞേക്കും ആ റൂട്ട് വരുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ ഗാരേജിൽ പിന്നെ മറ്റേ വണ്ടി ഉണ്ടല്ലോ, ABS-ൻ്റെ സെൻസറൊക്കെ പോയേ നന്നാക്കി അവിടെ വെച്ചിരിക്കണ. പിന്നെ നമ്മൾ കൊമ്പൻ അധോലോകം എടുത്ത് വന്ന്, പിന്നെ ലെജൻഡിൻ്റെ ഡാനി നമ്മൾ വേറെ ട്രിപ്പിന് പോയതാണ്. പിന്നെ ഈ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ടത്. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഈ വൺ വേ ഒക്കെ വന്നാൽ ഭയങ്കര പണി. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം, നല്ല ബ്ലോക്ക് ഉണ്ടാവും. പിന്നെ വെയിലൊക്കെ വന്ന് എന്താ, പക്ഷേ മഴ പെയ്യും പോവും, അതാ പ്രശ്നം. പിന്നെ നമ്മൾ നല്ല വലിയ ട്രിപ്പാണ് പോകുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ ഏത് ബസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ ഇതിനു മുമ്പ് ഒരു ചെറിയ സ്കൂൾ ട്രിപ്പ് ഉണ്ടായിരുന്നു, ഇത് കാണാത്തവർ ഇന്ന് മുമ്പേ പോയി കാണുക. പിന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നമ്മൾ മാനുവലാണ് ചൂസ് ചെയ്ത്, ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓരോ ഇഷ്ടത്തിന് മാറ്റണ്ടേ. ഇത് നമ്മുടെ ഇഷ്ടത്തിന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക, അപ്പർ ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ പോവാം. നിങ്ങളിത് പോയാൽ നിങ്ങൾക്കൊരു സ്കൂള് കാണാം. പക്ഷെ നമ്മുടെ സ്കൂളിൽ കൂടെ അല്ലേ പോണത്. നല്ലൊരു വയനാട് പോലത്തെ സ്ഥലമാണിത്, ചുരം പോലെ നല്ല മലപ്രദേശമാണ്. നല്ല വെയിലൊക്കെ നിങ്ങൾക്ക് വണ്ടീൻ്റെ വിൻഷീൽഡിൽ കുൽഫിയം ഒട്ടിച്ചുകൊണ്ട് ശരിക്കും കാണില്ല. നിങ്ങൾക്ക് റൈറ്റ് സൈഡത്തെ വിൻഡോയിലേ കാണുന്നുണ്ടാവുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഈ വണ്ടിക്ക് കുറച്ച് മൈലേജിൻ്റെ കുറവാണ്. അതെന്താ വെച്ചാൽ സ്പീഡിൽ പോകുമ്പം മൈലേജ് കിട്ടില്ല. പക്ഷെ നമ്മുടെ സ്പീഡിലാണ് പോവുക, ബ്ലോക്ക് ഇല്ലെങ്കിൽ സ്പീഡിലാണ് പോവുക. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. പിന്നെ ലെജൻഡ് ഡാനി പിന്നെ ഞങ്ങൾ ഫുള്ള് റെഡ് സ്റ്റിക്കർ വെച്ചാണ് 63 നടന്നാലൊക്കെ പോണേ. ഇങ്ങനത്തെ ചാൻസസ് കിട്ടിയാലേ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ക്വാർട്ടേഴ്സാണ് തോന്നുന്നത്, ആയിക്കോട്ടെ ഈ വീഡിയോ കൂടെ എടുക്കുക. കുറേ ആൾക്കാരുണ്ട്. ഇനി ഇതിലൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ എല്ലാ വീട്ടിലും ആവില്ല, ഒരു വീട്ടിലാണ്. പിന്നെ വണ്ടി നമ്മൾ അന്നേ കഴുകി വെച്ച, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ വണ്ടിയിൽ സസ്പെൻഷൻ വെക്കണമെന്നുണ്ട്, വെക്കാൻ പറ്റില്ല. സസ്പെൻഷൻ ഉണ്ടാവാനായിരുന്നു. പുതിയ സെഡ് ആസ്ട്രയിലൊക്കെയാണ് സസ്പെൻഷൻ ഉള്ളത്. നമ്മൾ DJ ലൈറ്റൊക്കെ ഇട്ട്, വോക്കലില്ല, വോക്കൽ അധോലോകത്തിൽ വെക്കണം. അതാ നമ്മൾ വലിയ ലൈറ്റ്. ഈ വൈപ്പർ എന്തിനാ വെച്ചാൽ എന്താ, ഇത് നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ വൈപ്പറല്ലേ, ഹെഡ്ലൈറ്റ് ഒന്നും ഓണാക്കാതെ നമുക്ക് കിട്ടും. നമുക്ക് ക്യാബിൻ്റെ മേലേക്ക് നോക്കാൻ പറ്റും. ക്യാബിന് പോലെ എനിക്ക് ആക്കാൻ പറ്റിയില്ല, ഒന്ന് നോക്കി നോക്കൂ. റെഡും വൈറ്റും കൂടി മുന്നേ കളിക്കില്ല ലൈറ്റ്. കോഫിനും മാറ്റാനും പറ്റില്ലല്ലോ, ഒട്ടിച്ചു പോയി. പിന്നെ മറ്റേ നമ്മൾ നോർമൽ വണ്ടിക്ക് എങ്ങനെ ABS സെൻസർ പോകാനറിയില്ല. അതാണ് ശരിക്കും അങ്ങനെ എഫക്റ്റ് ചെയ്ത്. ആ വർക്കർ എന്തോ ഭാഗത്തിന് കിട്ടിയത്, നല്ല ജർമ്മൻ ടെക്നോളജിയൊക്കെ അറിയാനുള്ള. അതാണ് ABS ഒക്കെ നന്നായി ആക്കി തന്നെ. ആ വണ്ടിയിലൊക്കെ നല്ല ബ്രേക്ക് കുറവാണ്. പിന്നെ അധോലോകത്തിലാണെങ്കിൽ നല്ല ബ്രേക്കൊക്കെ ഉണ്ട്, ഡാനിയിലൊക്കെ ഉണ്ട്, പിന്നെ സെഡ് ആസ്ട്രയിലും ഏകദേശം ഉണ്ട്. പക്ഷെ ഈ വണ്ടിയിൽ മറ്റേ പണി വന്ന വണ്ടി ഫുള്ള് തീരെ ബ്രേക്ക് ഒന്നുമില്ല. പിന്നെ നമ്മൾ മാപ്പ് പറയുന്ന പോലെ പോവുക, ഈ ഇടവഴി കയറി
മേളിൽ തന്നെ പോവുക. നമ്മൾ ഈ ഒരു ടേൺ എടുക്കണം. അപ്പം നമ്മളെല്ലാം യൂ ടേൺ എടുക്കാൻ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മളൊരു ഫ്ലൈ ഓവർ പിടിച്ചിട്ടാണ് പോകുന്നത്. അത് ഈ ഒരു റൂട്ട് എനിക്ക് 1 വേ ആണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത റൂട്ട്. എനിക്ക് ഹൈവേ ഇഷ്ടമാണ്, പിന്നെ 2 വേയും. പിന്നെ ഇവിടെ നിന്നിട്ട് നമ്മൾ യൂ ടേൺ എടുക്കുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് പോയൊരു അടി കൂടിയാണ് എടുക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും മൾട്ടിപ്ലെയർ കളിക്കണം എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കളിക്കാം, റേസോ കളിക്കാം. പക്ഷെ മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ മോഡ് ബസ് ആക്കാൻ പറ്റൂല. അതാണ് മാലിയോ ചെയ്യേണ്ടത്. ഓരോ മോഡിൻ്റെ ബസ് നല്ല സ്പീഡിൽ പോവും. ഈ ഗെയിമിലത്തെ ബസ് മാത്രമേ ആക്കാൻ പറ്റുക. ഇവിടെ ചെറുതായിട്ട് നമ്മളെ വണ്ടിയാണ് അവിടെ കയറി. പിന്നെ നമ്മൾ ഇന്നലെ തന്നെ പോവുക. ബാക്കിൽ നമുക്ക് കാണാം കൊമ്പനിലെ ബാഡ്ജ് ഇങ്ങനെ റെഡും വൈറ്റ് കത്തുന്ന നല്ല രസമാണ്. എനിക്ക് പിന്നെ ഈ മോഡ് കിട്ടിയത് മ്യൂസിക് ലൈൻ കിങ്ങിലാണ്. നല്ലതാണ്. നല്ല മോഡും ഇതൊക്കെ ലിവറിയൊക്കെ ആക്കാൻ പറ്റും. നമ്മൾ ഈ മേടിച്ച വേറെ ദിവസമായിരുന്നു കിട്ടിയതിന് ശേഷം. പിന്നെ നല്ലൊരു ബസ്സത് എല്ലാം ഉണ്ട്. മൈലേജ് പിന്നെ സ്പീഡിൽ പോകുമ്പോഴില്ലാത്ത ബാക്കിയെല്ലാം ഉണ്ട്. നല്ല സ്പീഡ് ഉണ്ട്. 6 ഗിയർ, നല്ല ലൈറ്റ് ഉണ്ട്. നമ്മൾ ഈ റൂട്ട് തന്നെ പോകണം. ഇതിലൂടെ തന്നെ പോവുക. ഇതാ നേരെ മേലേക്ക് കണ്ടാൽ നമുക്കൊരു മലയൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇതിലോട്ട് തന്നെ പോവുക. ഇതിൻ്റെ എൻട്രൻസ് എന്തോ പറഞ്ഞിരിക്കണേ. പിന്നെ ഇതിലോട്ട് തന്നെ പോവുക. മാപ്പ് പറയുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് പോവുക. പിന്നെ കുറച്ചധികം പോയാൽ ലെഫ്റ്റ് കാണാം. ആ ലെഫ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അധികം നമ്മൾ സ്കിപ്പ് ചെയ്ത്, എന്താ വെച്ചാൽ നല്ല ലോങ് ട്രിപ്പാണല്ലോ, നല്ല ദൂരമുണ്ട്. അധികം നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണിക്കുക ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ട്രിപ്പിൽ ഏത് ബസ് വേണമെന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ലെജൻഡ് റാനി പിന്നെ ജെഡാസ്റ്റർ, അത് അതിൻ്റെ ലിവർ എനിക്ക് കിട്ടിയില്ല. നമ്മൾ ആനന്ദ് ട്രാവൽസിൻ്റെ ലിവറെ വെച്ച. എനിക്ക് ജയഗുരുവിൻ്റെ വേണമെന്നുണ്ട്, പിന്നെ ഇത് വെച്ചോ ആദ്യം. അതാണ് വണ്ടി ട്രാവൽസാണ് പോകുക. ഈ വണ്ടി ഡാനിയും അതോടൊപ്പം ട്രിപ്പാണ് പോകുക, ടൂറിസ്റ്റ് ബസ്. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ ചെറിയ സ്കൂൾ ട്രിപ്പ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ഇപ്പം തന്നെ പോയി കാണുക. പിന്നെ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ തന്നെ പോവുക. നേരത്തെ വരെ 150 ലിറ്റർ ഉണ്ടായിരുന്നു പെട്രോൾ, നമുക്ക് തന്നെ കാണാം. ഡീസൽ ഇപ്പം തന്നെ 104. പിന്നെ അങ്ങനെ തന്നെ പോവുക. ഇപ്പം പോകുന്നേക്ക് അത്രയ്ക്ക് ബ്ലോക്കൊന്നും ഇല്ല. നല്ല ക്ലീൻ റൂട്ടായിരുന്നു. ഇതിൽ തന്നെ പോവുക. ഇവിടെ പാടത്തിന് പോലത്തെ റൂട്ട് വരും. ഇവിടെ തന്നെ ലെഫ്റ്റ് ഉണ്ടാവും. ആ ലെഫ്റ്റ് എടുക്കുക. ഈ റൂട്ടിൽ പോവുക. ഇവിടെ 2 വേ ആണ്. ആരും കണ്ടില്ല. ഇവിടെ ഒരു വളം വരും. നമ്മളിവിടെ ലെഫ്റ്റാട്ടോ വരിക. നേരെ കാണാൻ വളം കൂടി ഇങ്ങനെ ലെഫ്റ്റാണ്. അവിടെ ആൾക്കാർ ഇറക്കണം.
ഈ ലെഫ്റ്റ് എടുക്കണം. ഈ ലെഫ്റ്റ് എടുക്കുക. എന്താ ആ കാണുന്ന സ്ഥലത്ത് പോയി നിർത്തുക. ഇത് എന്താ സ്ഥലം എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പോവുക. നല്ല പ്രോഫിറ്റ് കിട്ടുന്ന സ്ഥലമാണ്, നല്ല ദൂരമായോണ്ട്. നമ്മൾ വണ്ടി ഓഫാക്കി. ഇവിടെയാണ്. ഈ വണ്ടി നല്ല കറയൊക്കെ ആയി, ചളിയായി. അപ്പം നമ്മളിറങ്ങി. അപ്പോൾ ഓരോ ബാച്ചായിട്ടാണ് പോണേ. അങ്ങനെ നല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. വണ്ടി ആണെങ്കിൽ ഒരു വാഷേനെ വീണ്ടും നമ്മൾ എടുക്കും എല്ലാം കാണുക. ഒരു ചെറിയ ബ്ലോഗ്. എല്ലാവർക്കും ബായ്.